വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നേക്കുന്ന നമ്മുടെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലെജൻഡ് കാർലോ ആണ്. അതേ ഗൈസ്, ലെജൻഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെ കാർലോ ആണ് വണ്ടീൻ്റെ പേര്. അപ്പോൾ ഈ ഒരു കിളിപ്പച്ച കളർ വണ്ടി വിത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ. അപ്പോൾ ഈ ഒരു കളർ വണ്ടിയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ പോകുന്നത്. അതും എങ്ങനത്തെ ട്രിപ്പാണെന്ന് അറിഞ്ഞുകൂടെ, ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് മനസ്സിലായി. ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. അതെ, നമ്മൾ സെഡാസ്ട്ര നമ്മുടെ മറ്റേ എന്തുവാ വണ്ടീൻ്റെ പേര് ലണ്ടൻ കൂലിവക ബസ്സും കൊണ്ട് വന്നപ്പോൾ ഇങ്ങനായിരുന്നു ഇൻറ്റീരിയർ. ഈ ലെതർ ബോഡിയും മേളിൽ നെയിം ബോർഡിൻ്റെ അവിടെ ഹൾക്കിന് പകരം തോറായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് ലൈറ്റ്സാണ്. ഫ്രണ്ടിലെ ലൈറ്റ്, നെയിം ബോർഡിലെ ലൈറ്റ് വെട്ടിത്തിളങ്ങുന്നു. അപ്പം പറഞ്ഞ സമയം കളയാത്ത നമുക്കെന്തായാലും ബസ് സ്റ്റേഷനിൽ ഇറങ്ങാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങാം. ഞാൻ എന്തായാലും ഇപ്പോൾ റോഡിലോട്ട് എത്തി. ഇവിടുന്ന് വണ്ടി ബ്രേക്ക് ചേടാ, എടുത്തോണ്ട് പോടാ. അരെ വാ, ബെസ്റ്റ്. നല്ല സ്ഥലത്തുണ്ട് അവന്മാർ ട്രാഫിക് സിഗ്നലാണ് ഇട്ടേക്കുന്നത്, വളവിൽ തന്നെ. അതെ, ഇപ്പോൾ പോകാൻ പറ്റും. അപ്പം നമ്മൾ പോകുന്നത് ഏതോ ഒരു ട്രിപ്പിനാണ്. ഞാൻ പ്രത്യേകിച്ച് അത്രയും നോക്കിയില്ല ഇത് എങ്ങനെ പോകുന്നതെന്ന് വെച്ചപ്പം നമ്മൾ പെട്ടെന്നങ്ങ് എടുത്ത് പെട്ടെന്നങ്ങ് പോവാണ്. അപ്പം ട്രിപ്പിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാത്രമേ എനിക്കറിയൂ എങ്ങനത്തെ ട്രിപ്പാണെന്ന്. ഞാൻ അപ്പോൾ ഇവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? അടുത്ത സിഗ്നൽ. ഇതെന്തോ വളവിൽ മാത്രം സിഗ്നൽ ഇട്ടേക്കുന്നു. അവിടെ സംഭവം കാർഗോ ട്രക്കിൻ്റെ സ്ഥലമാണ് വെക്കാൻ വേണ്ടി അവിടെ സ്ഥലം. അപ്പം ഗൈസ്, നമുക്കെന്തായാലും ഓവർടേക്ക് ചെയ്ത് പോകാം. എന്നെ കൊണ്ട് വയ്യ വെയിറ്റ് ചെയ്യാൻ. ഓവർടേക്ക് ചെയ്തപ്പോഴേക്കും സിഗ്നൽ പച്ചയായി. നമുക്ക് ഈ വണ്ടീനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മറ്റേ നമ്മുടെ പഴയ ലണ്ടൻ്റെ കൂലിവക സെഡാസ്ട്ര അത് തന്നെ വണ്ടി, പക്ഷേ ഡിഫറെൻറ്റ് കളറ്. മറ്റേത് നീലയായിരുന്നു, ഇത് ചുമപ്പും. ഇൻറ്റീരിയർ ചുമപ്പ്, മറ്റേതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുവാണെങ്കിൽ നീലയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വണ്ടീൻ്റെ പുറകിലത്തെ ഇൻറ്റീരിയർ കാണിച്ചില്ലല്ലോ, അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പം ഇതാണ് വണ്ടി. പുറകിൽ ബാക്കിൽ നിന്ന് വ്യൂ കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് വ്യൂ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് വ്യൂ ഇങ്ങനെ. ഇതാണ് നമ്മുടെ ക്യാബിൻ ലുക്ക് ഇങ്ങനെയാണ്. ഫുള്ള് ലൈറ്റ്സാണ് ഗൈസ്, മുഴുവൻ ലൈറ്റ്സാണ്. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഫുൾ ഓൺ ഇൻറ്റീരിയർ. അപ്പം നമ്മളൊരു ട്രാവലറൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. നമ്മളുടെ പുതിയ നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നേക്കുന്ന മാർഷ്മെലോ ആണ് വണ്ടീൻ്റെ ഇത്. പക്ഷെ മാർഷ്മെലോ മാറ്റി, അങ്ങനത്തെ പേരുള്ള ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. നമ്മൾ പിന്നെ ഒരു പുതിയ പേരെടുത്ത്, വണ്ടി പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ലിവറി എടുക്കുമോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരു ലിവറിയൊക്കെ തപ്പി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എടുക്കണോ വേണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ അപ്പോൾ നാളെ ലിവറീൻ്റെ പോസ്റ്റും 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 ഡിസൈനാക്കി ആയിരിക്കും ഞാൻ ഇടുന്നത്. പോസ്റ്റ് ഞാൻ ഇടാം. നിങ്ങൾക്ക് ഈ ലിവറി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നോക്ക്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അത് എടുക്കാം. അപ്പം എനിക്കെന്താ അറിഞ്ഞൂടാ, ഞാൻ പൈസ കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ അതെടുക്കാം. അപ്പോൾ നമ്മളുടെ പാസഞ്ചേഴ്സിനെ കയറ്റാനുള്ള സ്ഥലം വന്ന് ഇവിടാണ്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഇതൊക്കെ അങ്ങ് തുറന്നിടാം. ഇത് കണ്ടിട്ട് സ്കൂൾ ട്രിപ്പാണ്. അല്ലല്ല, ഫാമിലി ട്രിപ്പാണ്. സ്കൂൾ ട്രിപ്പല്ല, ഫാമിലി ട്രിപ്പാണ്. അപ്പം നമ്മൾ വിസാട്ട ബട്ടു അല്ലേ? വിസാട്ട ബട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പം വിസാട്ട ബട്ടു എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. ഞാൻ ഇത് ഷോർട്ട് ട്രിപ്പാണ് എടുത്തത്. അപ്പോൾ ഇത് ഫുൾ വീഡിയോ ക്യാപ്ചർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു.
അപ്പം ഗൈസ് ഞാൻ പിന്നെ നമ്മളുടെ കാർബോർഡും കൊണ്ട് ഈ പുതിയ വണ്ടീന് വേണ്ടിയുള്ള ഈ സംഭവങ്ങളൊക്കെ പണിഞ്ഞ്. ഇപ്പോൾ എക്സാമ്പിള് സ്റ്റീറിംഗ് വീലും ആക്സിലേറ്ററും ഒക്കെ അത് വർക്കാവുമെന്ന് വിചാരിച്ച ഞാൻ വർക്കായില്ല, കുഴപ്പമില്ല ഗൈസ്. ഇതുവഴി ഞാൻ വന്നിട്ടുണ്ട് തോന്നുന്നു കേട്ടോ, എനിക്കറിഞ്ഞൂടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോന്ന്. നമ്മുടെ ഇതേ കമ്പനീൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലണ്ടനാണ് ശരിക്കത്തെ വണ്ടീൻ്റെ പേര്, ലണ്ടൻ എന്നല്ല, അതിപ്പോൾ ലിവറി പേരാണ് ലണ്ടൻ കൂലി വക. ശരിക്കത്തെ വണ്ടിപ്പേരെന്ന് വെച്ചാൽ എന്തുവാ, ലയൺ കിങ് ബസ്സിഡ് 45 സീറ്റർ ZR എന്നാണ് ശരിക്കത്തെ വണ്ടീൻ്റെ എന്തുവാ മോഡല്. ഞാൻ ഇതുവരെ വന്നിട്ടുണ്ട് ആ വണ്ടിയും കൊണ്ട്. ഞാൻ ഇവിടെ വെച്ചെങ്ങാണ്ട് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ഒരു വട്ടം കൂടി വന്ന്, അപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തത്. എന്നെന്തായാലും ഞാൻ എടുക്കുന്നില്ല ഗൈസ്. പിന്നെ പോർഷ് റെഡിയാക്കിയോന്നൊന്നും ചോദിക്കലുണ്ട, അത് ഞാൻ വിറ്റ്. അതെ ഗൈസ്, നിങ്ങളാരും അറിയാം ഞാൻ വണ്ടി അങ്ങ് വിറ്റ്. അയ്യോ, അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇനിയുള്ളത് രണ്ട് വണ്ടികളാണ്. അയ്യോ, ഞാൻ പറഞ്ഞു വന്ന 2 കാറുകളാണ്. നമ്മുടെ BMW, പിന്നെ എന്തുവാ നമ്മുടെ ജീപ്പ് റാംഗ്ലർ, ഇത് രണ്ടുമേ ഉള്ളൂ. നമ്മൾ പോർഷ് വിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കംപ്ലൈൻറ്റ് കുറേ ഉണ്ട്. മേടിച്ചപ്പോൾ ഇത് പൊട്ടിയിരിക്കുമായിരുന്നു ഫ്രണ്ട്. പിന്നെ ആ വണ്ടിക്ക് ഒട്ടും ഹാൻഡിലിങ് ഇല്ല. അപ്പം നമ്മൾ അതങ്ങ് വിൽക്കാമെന്ന് വിചാരിച്ച്. നിങ്ങളാരും പേടിക്കേണ്ട, പുതിയൊരു വണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പം ഏത് വണ്ടി എടുക്കണമെന്നൊന്ന് പറയണം. അപ്പം ഞാൻ 2-3 ഓപ്ഷൻസ് തരാം, ഇതിലേതാ ഇഷ്ടപ്പെട്ട അതെടുക്കുക. ഫോർച്യൂണർ പഴയത്, അല്ലേ എൻഡേവർ പിക്കപ്പാണ് എൻഡേവർ, അല്ലെങ്കിൽ ഇപ്പം വലിയ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഗൈസ് ഒത്തിരി ഓപ്ഷൻസ് ഇല്ല. നമുക്ക് പഴയ ഫോർച്യൂണർ, എൻഡേവർ പിക്കപ്പ്, അല്ലെങ്കിൽ പുതിയ ഫോർച്യൂണറോ ലെജൻഡറോ, ഇതിൽ 3 ഏതായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ വണ്ടികളും എടുക്കാം. പിന്നെ ഈ ട്രക്ക് ഞാൻ അത്ര എടുക്കുന്നില്ല കേട്ടോ. ട്രക്കിനോട് എനിക്ക് അത്ര ഇഷ്ടം. അയ്യോ, ചുരം ഞാൻ മറന്നുപോയി. ട്രക്കിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ടൂറിസ്റ്റ് ബസ്, കാറ്, ബൈക്ക്, ഇതുങ്ങളോടാണ് എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ. ട്രക്ക് പിന്നെ എനിക്ക് 1-2 എനിക്കറിയാം. സ്കാനിയ, വോൾവോ, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ വേറെ 2-3 ഭാരത് ബെൻസ്, പിന്നെ ബെൻസ് മോട്ടോർ ഹോബ്, അത് നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ വേറെ ഒരു വണ്ടി ഉണ്ടല്ലോ, അത് പേര് നാളുമില്ലാന്നാണ് ഞാൻ വണ്ടി എടുത്തത്. ഞാൻ പേരൊക്കെ മറന്നുപോയി. എൻ്റെ ആദ്യത്തെ ട്രക്കായതുകൊണ്ട് പേരൊക്കെ മറന്നുപോയി. അപ്പോൾ ഇവിടെ ഒരു ചുരമുണ്ട്, കാറ്. അപ്പം ഈ ഒരു വലിയ ചുരത്തിലൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഗൈസ്. പിന്നെ നമ്മുടെ എന്തോ പറയൂ ഇപ്പം അതിന്, നമ്മളുടെ റാംഗ്ലറും കൊണ്ട് ഞാൻ ഓഫ് റോഡ് നാളെ പറ്റുമെങ്കിൽ പോവും. നമ്മൾ ജീപ്പ് റാംഗ്ലറില്ലേ ഞാൻ മുന്നേ പറഞ്ഞത്, ആ വണ്ടിയും കൊണ്ട് ഞാൻ ഓഫ് റോഡിന് പോകുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. കാരണം ഐഡിയാസൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഓഫ് റോഡ് വെച്ചിട്ടുണ്ട് പോകാൻ. കഴിഞ്ഞ വട്ടം ഞാൻ ഇടുക്കി പോലത്തെ സ്ഥലത്ത് പോയായിരുന്നു. റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് അറിഞ്ഞൂടെ. എന്തായാലും അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യൂ. അപ്പം ഇന്ന് വീഡിയോ ഇച്ചിരിയും കൂടി ലോങ് ആയിരിക്കും. കാരണം ഈ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടുന്നില്ല. അയ്യോ, ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ, കുടിലോര ബസ് സ്റ്റോപ്പ്. അപ്പം ഇവിടെ ഇനി ഇത് കാടല്ലാതെ പോരെ സിറ്റി എത്തുന്നു. സ്ഥലം എത്താറായി കേട്ടാ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് എത്തും സ്ഥലം. അപ്പം ഇച്ചിരിയും കൂടി ഒരു 500-100 കിലോമീറ്ററൊക്കെ ഉള്ളു സ്ഥലം ഇനി. അപ്പം അത്രയും വരെ നമ്മൾ ഈ വണ്ടി ഓടിച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളയ്ക്കണം. അത് കഴിഞ്ഞ് വേറെ ഒരു വളവുണ്ട്, ആ ഒരു വളവും കൂടി കഴിഞ്ഞാൽ സ്ഥലം
എത്തി. അപ്പം അതേ എത്തി. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാൽ മതി. ഇവിടെ എന്നാ കാണാൻ? ഇത് കൊള്ളാമല്ലോ. ആപ്പിൾ, സ്ട്രോബെറി, ഫെറസ് വീലും ഒക്കെ ഉണ്ട്. അപ്പം ഇത് പാർക്കാണല്ലേ, അമ്യൂസ്മെൻറ്റ് പാർക്ക്. നമ്മളുടെ വണ്ടർല. അയ്യോ, ഓക്കെ, ഞാൻ എന്താ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ഡ്രൈവർ അടിച്ച് നമുക്ക് ഇവിടെ കൂടെ ഒന്ന് പോവാം. അപ്പം ഇവരിത് കാണാൻ വേണ്ടിയാണോ വന്നേ? വ്ളോഗർ മച്ചാൻ്റെ ഒക്കെ കൂടെ പോയി നിൽക്കാം. ചിലപ്പോൾ വീഡിയോയ്ക്കകത്ത് തല വരും. അണ്ണാ എങ്ങനെ ഉണ്ടണ്ണ ഈ പാർക്ക്? ഒന്നും പോരാണ്ട, സെറ്റ്. ഓക്കെ, അണ്ണനോട് ഇച്ചിരി വാക്കുകൾ ചോദിച്ചു. അയ്യോ, സെറ്റ്. സോറി ഗൈസ്, തുമ്മല് വന്ന്. അപ്പോൾ സെറ്റ് പാർക്കാന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തോ കുളം പോലുണ്ട് കേട്ടോ. നക്ഷത്രക്കുളം, നക്ഷത്ര ഷേപ്പിൽ കുളം. പിന്നെ ഇവിടെ ഒരു ഇതെന്തോ ഐസ്ക്രീം സ്റ്റാൻഡ് എങ്ങാണ്ടോ. പിന്നെ ഇവിടെ കുറച്ച് പുല്ല്, ഇവിടെ ക്യാരറ്റ്. പിന്നെ എൻ്റെ അല്ല, ഇതെന്ത് സംഭവം? അപ്പോൾ ഇവിടെ ഒരു എന്തോ പശുവിൻ്റെ ഒക്കെ സ്റ്റാച്ചു ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ. അപ്പം നിങ്ങളെന്തായാലും ഇങ്ങോട്ടൊന്ന് വരണം. പശുവിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.